നമ്മൾ നെർവസ് സിസ്റ്റത്തിന്റെ ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ടീച്ചർ ന്യൂറോൺസിന്റെ സ്ട്രക്ചർ വരച്ചപ്പം അതിൽ ഇങ്ങനെ ഒരു സാധനം അല്ലേ, ഇതാ ഇങ്ങനെ, ഇത് നമ്മളെ ന്യൂറോണാണ്, ന്യൂറോണിന്റെ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ വരച്ചപ്പം നമ്മുടെ ആക്സോണൈറ്റുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ ടീച്ചർ ഇതിനെപ്പറ്റി പറയാഞ്ഞെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ് ആക്കണോ? നമുക്ക് ബ്രാഞ്ചസ് വരച്ചതിനൊന്ന് കംപ്ലീറ്റ് ആക്കാം. അപ്പം ഇതാണ് നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. മരം വീഴുന്നതാന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? മറന്നു പോവരുത്. ഇനി ഈ ഒരു സാധനം ആരാണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇയാളുടെ പേരാണ് മൈലിൻ ഷീത്ത്. എന്താ മക്കളെ? മൈലിൻ ഷീത്ത്. അതിന് എന്താ നമ്മൾ പറഞ്ഞത്? മൈലിൻ ഷീത്തില് എന്താണ് മൈലിൻ ഷീത്ത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. എന്താണ് മൈലിൻ ഷീത്ത് എന്നാണ് പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ റെസ്ലേഴ്സ്, ബോക്സേഴ്സ് ഒക്കെ കണ്ടില്ലേ, കയ്യിലൊക്കെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞിട്ട് നമ്മൾ ക്ലോത്ത് പീസോ ബാൻഡേജോ ഒക്കെ ഇങ്ങനെ ചുറ്റി വരും. എന്താണ് അങ്ങനെ ചുറ്റി വരുന്നത്? നമ്മൾ ആരെങ്കിലും വന്ന് അടിച്ചാലൊക്കെ അതിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനയാവോ? ഇല്ല. അവിടെ എന്താണ്? നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണല്ലേ, കൈക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആക്സോണിലൂടെ ഇങ്ങനെ നമ്മുടെ ഇമ്പൾസ് പാസ് ചെയ്യുമ്പം അവർക്കുള്ളൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ മൈലിൻ ഷീത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ മൈലിൻ ഷീത്ത് ഇങ്ങനെ കവർ ചെയ്ത് ലെയർ ആയിട്ട് കവർ ചെയ്ത് കിടക്കാണ് ഈ ഒരു മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്ത് വിച്ച് ഈസ് പ്രിപ്പയർഡ്, അല്ലെങ്കിൽ ദിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ് പ്രോട്ടീൻ. ഈ ഒരു മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് മക്കളെ? ലിപ്പിഡ് പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിങ്ങനെ ലെയർ ആയിട്ടാണ് അല്ലേ. അപ്പൊ ഈ ഒരു മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെല്ലുകളെ പറയുന്ന പേരാണ് ഷ്വാൻ സെൽ. എന്താ പറയാ? ഷ്വാൻ സെൽ. കട്ടേ ഈ ഷ്വാൻ സെൽസിനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സെല്ലുകളുണ്ട്. ആ സെല്ലിനെ പറയുന്ന പേരാണ് മക്കളെ ഷ്വാൻ സെൽ. ഷ്വാൻ എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. അയാൾ കണ്ടുപിടിച്ചതുകൊണ്ട് അതിനെ ഷ്വാൻ സെൽ എന്നാണ് പറയുന്നത് അല്ലെ. ഷ്വാൻ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരു പിക്ചറിൽ നമുക്കറിയാം ഈ ഒരു ആക്സോണിനെ കവർ ചെയ്തിട്ടാണെന്ന് ടീച്ചർ പറഞ്ഞു. കവർ ചെയ്ത് ലെയർ ആയിട്ടാണ് ഈ ഒരു മൈലിൻ ഷീത്ത് ഉണ്ടായിട്ടുള്ളത്. അതിന് നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇതാ ഇവിടെ ടീച്ചർ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇങ്ങനെ പോകുന്ന ഈ ഒരു ഷെയ്ഡ് ചെയ്ത് ഈ ഒരു പോർഷനെയാണ് നമ്മൾ ആക്സോൺ. ഇതാണ് നമ്മുടെ ആക്സോൺ കേട്ടോ. ഇത് നമ്മുടെ ആക്സോൺ ആണ്. ഈ ആക്സോണിനെ കവർ ചെയ്തിട്ടുള്ള ഇതാണ് നമ്മുടെ മൈലിൻ ഷീത്ത്. ഈ ഒരു കവർ ചെയ്തിട്ടുള്ള ഇതാണ് നമ്മുടെ മൈലിൻ ഷീത്ത്. ഇവ മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഇതിനെങ്ങനെ മുറിച്ചു? ഇങ്ങനെ മുറിച്ചെടുത്തു അല്ലേ. ഇതിനിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചാണ്. അപ്പൊ ഇത് നമ്മുടെ മൈലിൻ ഷീത്ത് ഇങ്ങനെ കവർ ചെയ്ത് ലെയറായിട്ട് കവർ ചെയ്തിട്ടുള്ള ഇതാണ് നമ്മുടെ ആക്സോണ്. അതുപോലെ ഈ ഒരു മൈലിൻ ഷീത്തിന്റെ സെൽസുകളെയാണ് നമ്മൾ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഷ്വാൻ സെൽസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു മൈലിൻ ഷീത്തിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ദ കളർ ഓഫ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഷൈനി വൈറ്റ് കളറാണ്. നല്ല ഭംഗിയായിരിക്കുമല്ലേ അപ്പൊ കാണാൻ. ഷൈനി വൈറ്റ് കളറാണ് കാണാൻ. ഓക്കെ, പിന്നെ എല്ലാ ന്യൂറോൺസിനും മൈലിൻ ഷീത്ത് ഉണ്ടാവണമെന്നില്ല കേട്ടോ. എല്ലാ ന്യൂറോൺസിനും മൈലിൻ ഷീത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പം ചിലതിന് ഈ ഒരു ഷൈനി വൈറ്റ് കളറ് ഇല്ലാത്തൊരു ഗ്രേയിഷ് കളറൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ന്യൂറോൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എല്ലാ ന്യൂറോൺസിനും മൈലിൻ ഷീത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ മൈലിൻ ഷീത്തിന്റെ കളർ നമ്മൾ പറഞ്ഞു ഷൈനി വൈറ്റ് കളറാണ്. അപ്പം എല്ലാ ന്യൂറോൺസിനും മൈലിൻ ഷീത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലത് മാത്രമേ ഇങ്ങനെ ഷൈനി വൈറ്റ് കളറിൽ കാണുള്ളൂ. അപ്പം ഈ ഒരു മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസ് ഏത് കളറിലായിരിക്കും? നമ്മുടെ ഒരു ഗ്രേയിഷ് കളറിലൊക്കെ ആയിരിക്കും ഈ ഒരു ന്യൂറോൺസ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇനി ഇത് കൂടാതെ നമ്മുടെ ഇതൊക്കെ ഈ ഒരു സ്കിന്നിലൊക്കെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ന്യൂറോൺസ് കാണുക. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാവില്ല. നമ്മുടെ ബ്രെയിൻ സെൽസിൽ ഒരുപാട് ന്യൂറോൺസ് കാണാൻ പറ്റുമല്ലോ. ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ന്യൂറോൺസ് കാണും. അങ്ങനെയുള്ള ഈ ഒരു ന്യൂറോൺസുകളിൽ നമ്മൾ മൈലിൻ ഷീത്തിലുള്ള ഷ്വാൻ സെൽസിന് പകരം ഇപ്പം നമുക്കറിയാം മൈലിൻ ഷീത്ത് അല്ലേ, മൈലിൻ ഷീത്തും
അതിലുള്ള ആളാണ് ആര്? ഷ്വാൻ സെല്ല് അല്ലേ, ഷ്വാൻ സെല്ല്, ഷ്വാൻ സെല്ല്. ഓക്കെ, ഇതല്ലാതെ നമ്മുടെ ബ്രെയിനിൽ ഈ ഷ്വാൻ സെൽസിന് പകരം ആരുണ്ടാവും? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ആരാണ്? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് നമുക്ക് ഷ്വാൻ സെൽസിന് പകരം ബ്രെയിനിലുള്ള ന്യൂറോൺസിൽ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഒലിഗോഡെൻഡ്രോസൈറ്റ്സിന്റെ പ്രത്യേകത ഇങ്ങനെയുള്ള ഷ്വാൻ സെൽസുകൾ, ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാവും. ഇത് ആക്സോൺ ആണ്. ആക്സോണിൽ മൈലിൻ ഷീത്തുകളാണ് അല്ലേ. ഈ മൈലിൻ ഷീത്ത് ഇത് വേറൊരു ന്യൂറോണിൻ്റെ മൈലിൻ ഷീത്ത്, വേറൊരു ന്യൂറോണിൻ്റെ മൈലിൻ ഷീത്ത്. ഇവർ തമ്മിൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ഓവർലാപ്പ് ചെയ്യാനായിട്ട് ഈ ഒലിഗോഡെൻഡ്രോസൈറ്റിന് പറ്റും. അതായത് ഒലിഗോഡെൻഡ്രോസൈറ്റ് ഉണ്ടാകുമ്പം രണ്ട് ന്യൂറോൺസുകൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ട് ന്യൂറോൺസുകൾ തമ്മിലുള്ള മൈലിൻ ഷീത്തുകളെ ഒരുമിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഓവർലാപ്പ് ചെയ്യാനായിട്ട് ഒലിഗോഡെൻഡ്രോസൈറ്റ്സിന് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം മൈലിൻ ഷീത്തും ഷ്വാൻ സെൽസും ബ്രെയിനിലേക്ക് എത്തുമ്പോൾ ഷ്വാൻ സെൽസിന് പകരം ആരാണ് മക്കളെ ഉണ്ടാവുക? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് ഉണ്ടാവുക. മനസ്സിലായോ? ഇത്രയും കിട്ടിയോ? അപ്പൊ ഇതാണ് മൈലിൻ ഷീത്ത്. ഈ ഒരു മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ് പ്രോട്ടീൻ. ഇവരാരാണ്? ലിപ്പിഡ് പ്രോട്ടീനുകളാണ്. ഇതിലുള്ള സെൽസിനാണ് നമ്മൾ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത് അല്ലെ, ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ ഷ്വാൻ സെൽസിന് പകരം ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുകൂടാതെ എല്ലാ ന്യൂറോൺസിനും മൈലിൻ ഷീത്ത് ഉണ്ടാവില്ല അല്ലേ, എല്ലാ ന്യൂറോൺസിനും മൈലിൻ ഷീത്ത് ഉണ്ടാവില്ല. അതുപോലെ ഈ മൈലിൻ ഷീത്തിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ്, ഒരു ഷൈനി വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസുകളിൽ നമ്മളൊരു ഗ്രേയിഷ് കളറിലൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുക. അപ്പം നമുക്ക് മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണും മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണും പെട്ടെന്ന് തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഇന്റർകണക്ട് ചെയ്ത് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷ്വാൻ സെൽസിന് പകരമുള്ള ആളാണ് ആര്? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മൈലിൻ ഷീത്തിനെ പറ്റി നമുക്ക് കവറപ്പ് ചെയ്യാനുള്ളത്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് നിങ്ങളൊന്ന് റീകോൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.